എന്താണ് എല്ലാവരും കണ്ടല്ലോ, ദിസ് ഈസ് അറക്കളം ബായ്, ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി. അറക്കളം ബായിയോ? അറക്കളം പീലിയുടെ കൊച്ചുമകൻ, അറക്കളം ബേബി. ആദ്യ വെടി ഈ പച്ചം മുതലാളിയുടെ ബോട്ടില്, അടുത്ത വെടി കരിനാക്കെടുത്ത് വളയ്ക്കാതെ പട്ടി. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാ, മുതലാളിയുടെ ജീവന് ഭീഷണിയുണ്ട്. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്ക. അല്ല മുതലാളി, സുഖം പറഞ്ഞതിൽ കാര്യണ്ട്. തിരുനെറ്റിക്കിട്ട് വെടിവെച്ച കാറ്റുപോത്ത് വരെ വീഴും. പിന്നെ ഈ എളുപ്രാണിയായ മുതലാളി. ആര് ആരെ വെടിവെക്കുന്ന നീ പറഞ്ഞേ? മുതലാളി ഇങ്ങൊന്നേ, വെള്ളം കുടി കുടി. ആ തീർത്ത് കുടി. ഇങ്ങൊന്നേ, ഇങ്ങ് വന്നെന്നും. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിൽ നിന്ന് എഞ്ചിൻ കൂടി തകർത്തിട്ടേ പോവുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊച്ചു ബേബി, അല്ല മുതലാളി, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റുമോ? ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ. ആരെ? നിന്റെ അച്ഛനെ? എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. പിള്ളേരെ വിവരം അറിയിക്കണ്ടേ? ആ മുടിഞ്ഞോന്മാരൊക്കെ ഓരോ പട്ടണങ്ങളിലല്ലേ. ഇവരറിഞ്ഞു വരുമ്പോ ചിലപ്പോ എന്റെ തലയുണ്ടാവില്ല. മുതലാളി വിഷമിക്കണ്ട, വിവരം നമുക്ക് പോലീസ് അറിയിക്കാം. അല്ല ബേബി അങ്ങോട്ട് പോയിന്നാ സുഗതം പറഞ്ഞേ? മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവളാ അവള്. ബേബിയുടെ ഒരു അണ്ടർവേൾഡ്. അവൻ അവിടെ അണ്ടർവേൾഡ് ഒന്നല്ല, അണ്ടർവയർ കച്ചവടം. ഫുട്പാത്തില് മീഡിയം സൈസ്, ലാർജ് സൈസ്, മഞ്ഞ, പച്ച, ചോപ്പ്. ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ. ദീപു, മരണം എന്താണ്? നമ്മുടെ മരണമാണടാ ആ കാറിൽ നിന്ന് ഇറങ്ങിയത്. മീനാക്ഷി അമ്മ പറഞ്ഞത് പുളുവല്ല രാമു, ഇവൻ ഭീകരൻ. ഇനി എന്താണ് ഒരു വഴി ബാലു? പാലായനം. മീനു, യു ആർ സ്റ്റിൽ യങ്. ഒരു കൊച്ചു പെണ്ണ്. നീ അങ്ങ് വല്ലാതെ വളർന്നരടാ കൊച്ചു ബേബി. ഡൈയാന്നോ? നീലിപ്രങ്ങാതി. ആ, നീ കണ്ണൊന്നടച്ചേ. കർപ്പൂരം കെടാറായി. ഇത് പീലിച്ചായും തന്നെ. തൊട്ടടുത്ത് നീ ഇങ്ങനെ കടാമുട്ടനായി നിൽക്കുമ്പോ പീലിച്ചായൻ മഴക്കോട്ട് ഇട്ടോണ്ട് വരും പോലെയുണ്ട്. മഴക്കോട്ടോ? ഇത് ഗോണിബെയറിന്റെ ട്യൂട്ട് സൂട്ടാണ്, മെയ്ഡ് ഇൻ പാരീസ്. ജെയിംസ് ബോണ്ടുമാര് തലമുറകളായിട്ട് ഇട്ടുകൊണ്ട് വരുന്ന സ്യൂട്ട്. അത് പറ, അത്രയും പഴയതാണോ? കണ്ടോമാറ്റ അളവിന് തയ്ച്ചത് നിനക്ക് എങ്ങനെയാടാ ചേരുന്നത്? ഇന്ന് വൈകിട്ട് എന്റെ മോന് ചന്തേന്ന് നല്ലൊരു മഴക്കോട്ട് മേടിച്ചു തരാം. അപ്പോ നീ ശരിക്കും അണ്ടർവേൾഡാ? പിന്നല്ലാതെ.
ഇതിന്റെ അകത്ത് ആരാടാ ഇബ്രാഹിം കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞു ആ, ഈ കള്ളക്കടത്തുകാരന്റെ ഒക്കെ തലവനെ. ഓ ദാവൂദ് ഇബ്രാഹിം. ആ. അവൻ പനിയായിട്ട് കിടക്ക. അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടു. ഇത് അമ്മച്ചിയുടെ പേയിങ് ഗസ്റ്റുകളല്ലേ? ഇവന്മാരതിനെ ഓടുന്നേ പേടിച്ചിട്ടാ. എന്തിന്? ഞാൻ അവന്മാർക്ക് കൊടുക്കാൻ പാന്റ് ഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മച്ചി എന്റെ പേരും പറഞ്ഞ അവന്മാരെ വരട്ടിയോ? ലേശം വാടക തരില്ലെന്നേ കുരുത്തം കെട്ടവന്മാര്. നീ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടൊന്ന് കയറിക്കേ. ഈ അണ്ടർവേൾഡന്മാർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അതെ, ആദ്യം വന്ന കാര്യം ഈപ്പൻ. നീ അയാളെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് കേട്ടോ. അയാളുടെ കാശ് കൊടുക്ക, അപ്പന് ജയിലിൽ നിന്ന് പുറത്തിറക്ക. അതാ പ്രധാനം. മുതലാളി ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണു കാണില്ലേ? ദൈവം മുതലാളി. അയ്യോ, സാറേ, നാറ്റിക്കരുത്. ഞങ്ങൾ പരാധീനക്കാരാ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ ഞാനും ഈപ്പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പേരുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. സംശയം ഞാൻ തുറന്നു കാണിക്കാം. ഒരു മിനിറ്റ് സർ. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്. ഓ, ഓപ്പൺ ദി ബോക്സ്. താങ്ക് യു സർ. സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി? ഇതെന്നേ? പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൽ പോലെ വഴി കളയരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണയാവാം. അതൊന്നും വേണ്ട സർ. ഈ സാറിന്റെ ഒരു കാര്യം. അല്ല പിന്നെ അപ്പൊ ഇറങ്ങട്ടെ. സാർ, ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് കാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ? വൈറ്റ് കാറ്റ്സ്. വൈറ്റ് കാറ്റ്സ്. താനവിടെ മിണ്ടാന്നാ മതി, അവരൊന്നും ചെയ്യല. സർ, എന്തൊരു നല്ല മനുഷ്യൻ. എന്താ താനിവിടെ ഉണ്ടോ നോക്കിയതാ? ഞാനിവിടെ നിൽക്കല്ലേ? അപ്പൊ അത് പറഞ്ഞൂടെ? ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈപ്പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട, കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഇപ്പൊ ചായന്ന് വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. എന്റെ തോക്കല്ലേ ഇത് വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമ്മഴും. പിന്നെ ലോക്കലി വില ഇതൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ്, ഒന്നും വേണ്ട. എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. ബാ, നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? ഏയ്, അപ്പന്റെ ലോൺ എത്രയുണ്ട്? പലിശ അടക്കം കൃത്യം പറഞ്ഞ 10,62,612 രൂപ 55 പൈസ. ബേബിച്ചൻ നേരിട്ട് വന്നുകൊണ്ട് 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണി അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ദാ, ഇതേ
ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കി. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണ്ണേ. അതിനെന്താ, ഒരച്ച് നോക്കാമല്ലോ. ഉരച്ചാ മാത്രം പോരാ, പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഉരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം. മോനെ ദാ, ഇത് കൊണ്ടുപോയി അറുത്ത് കൊണ്ടുവന്നേ. ഓ. ഇത് ഒറിജിനലാ. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇല്ല, മൊത്തം അറക്കണം. ദാ, നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ആ. ഇപ്പൊ ചെയ്യോ, ഓ, ഒരു വില വെച്ച് ഇത് കൂടെ അങ്ങ് എടുത്തു. എനിക്ക് വഴിച്ചെലവിന് ഇച്ചിരി കാശ് വേണം. അറക്കണം. അറുത്തോ? ആ, നന്നായിട്ട് അറക്കണം. മോനെ കൊച്ചു ബേബി, വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ? അവിടെ ആരിയിരിക്കുന്നു? അമ്മ. ആരുടെ? ആ, അപ്പനൊരു കാര്യം ചെയ്യും, ഈ ടാക്സിയെ പോയിക്കോ. ഞാൻ പിന്നാലെ വന്നേക്കാം, ഇച്ചിരി പണിയുണ്ട്. ആ. എടാ കൊച്ചു ബേബി, ഇവന്മാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ? അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. നീ ഈപ്പനെ എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. അപ്പം കയറിയട്ടെ. Come on, boys.